ട്രാവൽ ഡോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഊട്ടി ടു കൂനൂർ വരെയുള്ള ടോയ് ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങളാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് എന്നാണ് പല വീഡിയോസ് നമ്മൾ കണ്ടപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു ഊട്ടി മുതൽ മേട്ടുപ്പാളയം വരെ അല്ലെങ്കിൽ മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെയുള്ള ഈ ടോയ് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ഊട്ടി ടു കൂനൂർ വരെയുള്ള ഈ യാത്രയുടെ വിശേഷങ്ങൾ, ഇവിടുത്തെ കാഴ്ചകൾ, ഈ ട്രെയിനിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ ചരിത്രം ഒക്കെ നമുക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റെയിൽ ഫ്ലേഞ്ച് ലൂബ്രിക്കേറ്റർ, വാട്ടർ കണ്ടെയ്ൻ ആയി, പിന്നെ ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ്, വെസ്റ്റേൺ ടൈപ്പ് ക്ലോസറ്റ്, ലെതർ ക്യാഷ് ബാഗ്, വാട്ടർ ഫ്ലാസ്ക്, അയൺ, വാട്ടർ ഫിൽറ്റർ, സ്റ്റേഷൻ മാസ്റ്റർ റൂം ലാമ്പ്. ഇതൊക്കെ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണോ. പോയിൻ്റ് ഇൻഡിക്കേറ്റർ ലാമ്പ്, PF പോസ്റ്റ് ലാമ്പ്, നമ്മുടെ ഈ ട്രാക്കിൻ്റെ അടുത്തുള്ള പോസ്റ്റ് കൊണ്ടാണ് ലാമ്പുകളാണ് ഇതൊക്കെ. വ്യത്യസ്ത തരത്തിലുള്ള ഹാൻഡ് സിഗ്നൽ ലാമ്പ്, ഇങ്ങനെ അടുത്തിങ്ങനെ അതിൻ്റെ ട്രാക്കിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു കയ്യിൽ തൂക്കി പിടിച്ച് നിൽക്കുമല്ലോ, അതാണിത്. ഗേറ്റ് സിഗ്നൽ ലാമ്പ്, റെയിലിംഗ് റാമ്പ്, പിന്നെ ടൈപ്പ് റൈറ്ററാണിത്. പെട്രോമാക്സ് ലൈറ്റ്, ഒരു കാലത്ത് നമ്മുടെ സ്കൂളിലും മദ്രസയിലൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനം അല്ലേ. കോൾ ബ്ലോക്ക്, ടിക്കറ്റ് ഡേറ്റിംഗ് മെഷീൻ, ടിക്കറ്റ് ട്യൂബാണിത്. പിന്നെ വെൽസ് പാരാഫിൻ ഗ്യാസ് ലാമ്പ്. ഹെറിറ്റേജ് ട്രെയിനുമായി ബന്ധപ്പെട്ടുള്ള ഓരോ അപൂർവമായിട്ടുള്ള ഫോട്ടോസുകളാണ് ഈ വാളിലൊക്കെ ചുമരിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ, മൗണ്ടെയിൻ റെയിൽവേസിൽ, നീലഗിരി മൗണ്ടെയിൻ റെയിൽവേസിൻ്റെ. മിസ്റ്റർ ബോബ് ഹിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് 1909 മുതൽ 1930 വരെ ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററായിട്ടുണ്ടായിരുന്ന ആളാണ് ഈ ബോബ് ഹില്ല്. പീനിയൻ വീല്, അതായത് ആ സെൻട്രൽ ഇങ്ങനെ പിടിച്ച് പോകുന്ന ആ വീലാണ് ഇത്. സാധാ റാക്ക് ബാർ, ഇതാണ് റാക്ക് ബാർ. താഴെ കാണുന്നതാണ് റാക്ക് ബാർ. ഇതിൽ കൊളുത്തിയിട്ടാണ് ഇതിങ്ങനെ ഈ ഒരു സാധനം, ഈ വീല് കറങ്ങുക, ഈ വീലിങ്ങനെ കറങ്ങുക. അത് ട്രെയിനിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ഈ റാക്കിൽ കൊളുത്തി പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുക. അത് കോണൂർ മുതൽ അതുപോലെ തന്നെ മേട്ടുപ്പാളയം വരെയാണ് ആ ഒരു ട്രാക്ക് ഉള്ളത് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ട്രാക്കില്ല. 2005 യുനെസ്കോയുടെ പൈതൃക ട്രെയിൻ അവാർഡ് കിട്ടിയതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എന്താ എഴുതിയത് ബഹുമാനെ? സന്തോഷം വീണ്ടും വരാം. പേര് എഴുതിയോ? എന്തൊക്കെ എഴുതിയണല്ലോ, നോക്കട്ടെ. ഫഹ്മാൻ നൗഫൽ. അപ്പോൾ ഓക്കെ, പച്ചക്കൊടി ആട്ടിയിട്ടുണ്ട്. ഇതവിടെ നിന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ട്രെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഊട്ടിയിലെ ടോയ് ട്രെയിനിലുള്ള യാത്ര ആരംഭിക്കുകയാണ്. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ബാക്കിലെ സീറ്റാണ് കിട്ടിയത് കേട്ടോ. നമ്മളിത് മുന്നാന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകണ വഴി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു ഏരിയ, എൻജിൻ്റെ ഭാഗം ഫ്രണ്ടിലായിരിക്കും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് തള്ളിയിട്ടാണ് വരിക. ഇവിടെ നിന്ന് അങ്ങോട്ട് വലിച്ചിട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളിയിട്ടുമാണ് വരിക. അതായത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇന്ത്യയിലെ ഒരു ഹെറിറ്റേജ് ട്രെയിൻ, ടോയ് ട്രെയിൻ. ഇന്ത്യയിൽ ഒരുപാട് ടോയ് ട്രെയിനുകളുണ്ട്. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ള നീലഗിരി മൗണ്ടെയിൻ ട്രെയിനാണ് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ ഒന്ന്. മറ്റൊന്ന് സിംലയിലുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ ഈ ഒരു ട്രെയിൻ യാത്ര നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കൂടുതൽ കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകളുണ്ട്. ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് വലത്തെ സൈഡിൽ ഇരിക്കുന്നതാവും കൂടുതൽ കാഴ്ചകൾ കാണാൻ സാധ്യതയുള്ള. ഇടത്തെ ഭാഗത്ത് കംപ്ലീറ്റ് മലകൾ ഇങ്ങനെ ഉള്ള സ്ഥലമായിരിക്കും. അപ്പോൾ ഏതായാലും നമ്മൾ പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അതെ, നമ്മളൊരു ടണൽ എത്തിട്ടോ. ഇതുപോലുള്ള ഒരുപാട് ടണലുകളുണ്ട്. ഇത് ഫസ്റ്റ് ടണൽ, നമ്മൾ ഊട്ടിയിൽ നിന്ന് പോകുമ്പോഴുള്ള ഫസ്റ്റ് ടണൽ എത്തി.
ഊട്ടിയുടെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലൂടെയും അവിടെയൊക്കെ ഓരോ കൃഷികളാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. കൃഷികൾ, ചെറിയ ചെറിയ റിസോർട്ടുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകൾ ഒക്കെ ഇങ്ങനെ കണ്ട് നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ യാത്ര പോവാം. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം, ഊട്ടി ഈ 2 ടൗണുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ കണക്ഷനാണ് ഈ റെയിൽവേ കണക്ഷൻ. റാക്ക് റെയിൽവേ എന്നറിയപ്പെടുന്ന പാതകൾ ഉപയോഗിച്ച്, റാക്ക് റെയിൽവേ പാതകൾ ഉപയോഗിച്ചുള്ള, അതായത് ഇങ്ങനെ കൊളത്തി പോകുന്ന ആ പാതകൾ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക ട്രെയിൻ പാതയാണ് ഇത് കേട്ടോ. 1900-കളിലാണ് ബ്രിട്ടീഷുകാർ ആണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. പിന്നീട് 2005 ആണ് യുനെസ്കോ പൈതൃക ട്രെയിൻ എന്നുള്ള ആ ഒരു അംഗീകാരം ഇതിന് കിട്ടുന്നത്. ഏതായിരുന്നാലും ഇതിൻ്റെ ഒരു നിർമ്മിതി വല്ലാത്ത സംഭവം തന്നെയാണ്. അത് ഒരു എൻജിനീയറിംഗ് പാടവം, മലകൾ തുറന്നിട്ടും അതുപോലെ തന്നെ ആ വളവുകളൊക്കെ കറക്റ്റ് അതിൻ്റെ ഒരു രീതിയിൽ തന്നെ അത് നിർമ്മിച്ചെടുക്കുക എന്ന് പറയുമ്പം ഇതുപോലുള്ള ഒരു സ്ഥലത്ത്, നമ്മൾ സാധാരണ നിരപ്പായ സ്ഥലമല്ലല്ലോ, ഒരുപാട് കുന്നും മലകളൊക്കെ ഉള്ള ഈ ഒരു സ്ഥലത്ത് ഇത് നിർമ്മിച്ചെടുക്കുക എന്നുള്ള വലിയ ഒരു ടാസ്ക് തന്നെയായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷേ വളരെ മനോഹരമായിട്ട് ഇത് നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ തുരന്നുണ്ടാക്കിയതല്ലേ, എത്ര ഹൈറ്റിലാണ് തുരന്നുണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഒരു സ്റ്റേഷനിലെത്തി. സ്റ്റേഷൻ്റെ പേര് ലൗഡയിൽ നിന്ന് സ്റ്റീം എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എഞ്ചിൻ ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ, ലൗഡയിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ ലൗഡയിൽ നിന്നല്ല ചേഞ്ച് ചെയ്യുന്നത്, കുനൂറിൽ നിന്നാണ് ഇവിടുത്തെ എഞ്ചിൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മേട്ടുപ്പാളയം വരെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റേ എഞ്ചിനിൽ പോകാൻ പറ്റും തോന്നുന്നില്ല, നഷ്ടമാവും. കുന്നൂരിൽ നിന്ന് ഊട്ടി വരെ ഡീസൽ, കുന്നൂർ ടു മേട്ടുപ്പാളയം സ്റ്റീം. അവ്വാ, നമ്മൾ ട്രെയിനിലല്ല പോണേ. ഈ ട്രെയിനിൽ ആദ്യമായിട്ട് കയറല്ലേ? ട്രെയിൻ ഇഷ്ടമായോ? ഇത് എവിടെയോ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏത് സ്റ്റേഷൻ നോക്കട്ടെ. കെട്ടി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ. ചിപ്പന്നെ മാസ്ക് വേണ്ട, പുറത്തിറങ്ങുമ്പോൾ മതി മാസ്ക്, ഇപ്പോൾ വേണ്ട. പോലീസ് പിടിച്ചുവോ? പോലീസ് പിടിക്കുക മാസ്ക് വെക്കഴിഞ്ഞാൽ. വൗ, ബ്യൂട്ടിഫുൾ. ഒരു പാലത്തുമ്മ കൂടെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. വൗ, ടാറ്റാ, ബൈ ബൈ. അവനെ കാണുന്നുണ്ടോ? നീലഗിരി മൗണ്ടൻ കുന്നൂർ ഇവിടുത്തെ മെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റീം ലോഡ് ചെയ്യുന്ന സ്ഥലം. പിന്നെ ഇവിടെ നിന്നാണ് എൻജിനൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. കാണാം നമുക്ക് ഇവിടെ സ്റ്റീം എൻജിനുകളുണ്ട്, ഡീസൽ എൻജിനുകളുണ്ട്, എല്ലാം ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മളുടെ ടിക്കറ്റിൻ്റെ പരിധി വരുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സ്റ്റീം ട്രെയിൻ പോകുന്നത് കേട്ടോ. സ്റ്റേഷനെത്തിയില്ല, ഇതിൻ്റെ സ്റ്റീം ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് തോന്നുന്നു. സ്റ്റീം എൻജിനും ഡീസൽ എൻജിനും ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ്. സ്റ്റോപ്പായത്. ഇനി അങ്ങോട്ട് ബാക്ക് വെക്കുകയാണ് അല്ലേ. കൂനൂർ സ്റ്റേഷൻ ആപ്കാ സ്വാഗത് ഹേ. നമ്മൾ കൂനൂർ സ്റ്റേഷനിലെത്തി. വാ പോരെ കാക്ക പോരെ. ഇവിടുന്ന് ഇനി എൻജിന് ചേഞ്ച് ചെയ്യും. ഇതിപ്പോ
മേട്ടുപാളയത്തു നിന്ന് വന്നിട്ടുള്ള സ്റ്റീം എഞ്ചിൻ ട്രെയിനാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഊട്ടിയിലേക്ക് ഇത് ഡീസൽ എഞ്ചിനിലാണ് ഓടുക. നീലഗിരി ഫ്ലൈ ക്യാച്ച് ഇതിവിടെ കണക്ഷൻ വിട്ടു കഴിഞ്ഞു. ഇത് നമ്മുടെ സ്റ്റീം എഞ്ചിൻ ട്രെയിൻ ഇതാ ഇവിടുന്ന് സ്റ്റീം എഞ്ചിൻ മറ്റേ ഒന്ന് കണക്ഷൻ വിട്ടിട്ട് ഇത് ഇനിയും നമ്മൾ വന്ന ട്രെയിനിലേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട് മറ്റേതും മേട്ടുപ്പാളയത്ത് നിന്ന് വന്ന ട്രെയിനിന് ഇനി ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഡീസൽ എഞ്ചിനും എക്സ്ട്രാ ഒരു ബോഗിയും കൂടി ഇതിൽ അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റീം എഞ്ചിൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇനി ആ സ്റ്റീം എഞ്ചിൻ കൊടന്നിട്ട് ഇവിടെ നമ്മൾ ഊട്ടിയിൽ നിന്ന് വന്ന ട്രെയിനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യാം. സ്റ്റീം എഞ്ചിൻ അതാ പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ വരുന്ന്. എന്താ ബ്യൂട്ടി കാണാനല്ലേ. വാവ്, സൂപ്പർ വ്യൂ. ഇനി ഇതിൻ്റെ ക്ലീനിങ്ങും അതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക തോന്നുന്നുണ്ട്. നേരെ അങ്ങോട്ട് അതിൻ്റെ യാർഡിലേക്കാണ് പോകുന്നത്. ഇതൊരു സ്റ്റീം എഞ്ചിൻ ഇവിടെ ഒറിജിനൽ സ്റ്റീം എഞ്ചിൻ തന്നെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിയം എന്നുള്ള നിലയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ എൻജിൻ തന്നെയാണ് കേട്ടോ. ഉരുണ്ട് പോവാതിരിക്കാൻ വേണ്ടി കല്ല് മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റീം ലോക്കോമോട്ടീവ് ഷെഡ് ഉള്ളത്. നമുക്കവിടെ പോയി നോക്കാം. മേട്ടുപാളയത്തു നിന്ന് വന്നിട്ടുള്ള സ്റ്റീം എൻജിൻ ട്രെയിന് ഇവിടുന്ന് ഡീസൽ എൻജിനാക്കി മാറ്റിയിട്ട് അത് ഇനി ഊട്ടിയിലേക്ക് പോവുകയാണ്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഊട്ടി വരെ തള്ളി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിലാണ് എഞ്ചിൻ ഉള്ളത്, ഡീസൽ എഞ്ചിൻ ബാക്കിലാണുള്ളത്. ഇവിടുന്ന് അവിടം വരെ തള്ളി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂനൂരിൽ നിന്ന് നമ്മുടെ സ്റ്റീം എഞ്ചിൻ കണ്ടു. നമ്മുടെ ഈ റൂട്ടിലൂടെയുള്ള ട്രെയിൻ യാത്രയൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഊട്ടി ടു കൂനൂർ വരെയുള്ള നല്ല കാഴ്ചകൾ, നല്ല തണുപ്പ്, നല്ല കാറ്റ്, നല്ല ആംബിയൻസ്, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു യാത്ര. പക്ഷേ നമുക്ക് സ്റ്റീം എഞ്ചിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത ഒരു യാത്ര നമുക്ക് മേട്ടുപ്പാളയം ടു കൂനൂർ വരെ നമുക്ക് സ്റ്റീം എഞ്ചിൻ യാത്ര ഒന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബുക്കിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തരാം. ഞാൻ IRCTC ആപ്പ് വഴിയാണ് ബുക്കിംഗ് എടുത്തിട്ടുള്ളത്. ഊട്ടി ടു കൂനൂർ വരെ ഒരാൾക്ക് ടിക്കറ്റിന് 350 രൂപയാണ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്. സെക്കൻഡ് ക്ലാസ് 150 രൂപ. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ എടുക്കുമ്പോഴാണ് നമുക്ക് ക്യാബിൻ ബുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റും. സെക്കൻഡ് ക്ലാസ് ആകുമ്പോൾ കുറച്ച് ഭയങ്കര ഹറിബറി ആയിരിക്കും, നല്ല ടൈറ്റ് ആയിരിക്കും. മറ്റേത് ക്യാബിനായിരിക്കും, 6 പേർക്കുള്ളൊരു ക്യാബിനായിരിക്കും ഉണ്ടാവുക. അതിൽ നല്ല രീതിയിൽ നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉഷാറായിട്ട് ആസ്വദിക്കാം. അപ്പോൾ ഏതായാലും ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു. മറ്റൊരു കിടിലൻ ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.